നമസ്കാരം. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന റേഷൻ കാർഡ് ഉടമകളും അടിയന്തരമായി തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങളും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങളും സമയബന്ധിതമായിട്ട് മനസ്സിലാക്കുന്നത് വഴി അർഹമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും അത് കൃത്യമായിട്ട് കൈപ്പറ്റാനായിട്ട് എല്ലാ പൊതുജനങ്ങൾക്കും സാധിക്കും. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ആവശ്യമായിട്ടുള്ള ജനകീയ അറിയിപ്പുകൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യാനും മറക്കരുത്. നിലവിൽ മെയ് മാസത്തിലെ റേഷൻ വിതരണം അതിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. സാധാരണ മാസങ്ങളിൽ നിന്നുമൊക്കെ തന്നെ വ്യത്യസ്തമായിട്ട് വിഷു ഉത്സവകാലവും നിലവിലുള്ള പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുമൊക്കെ തന്നെ സൃഷ്ടിച്ചേക്കാവുന്ന വിപണിയിലെ വിലക്കയറ്റം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പൊതുജനങ്ങൾക്ക് ആശ്വാസമേകാനായിട്ട് ഏപ്രിൽ അവസാന വാരം മുതൽ തന്നെ സംസ്ഥാനത്ത് മെയ് മാസത്തിലെ റേഷൻ വിതരണം സർക്കാർ മുൻകൂട്ടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിതരണ വേളയിലൊക്കെ തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് സെർവറുകളിലും അതോടൊപ്പം തന്നെ ഇ പോസ്റ്റ് മെഷീനുകളിലുമൊക്കെ തന്നെ ഉണ്ടായ സാങ്കേതിക തടസ്സങ്ങൾ കാരണം വലിയൊരു വിഭാഗം ഉപഭോക്താക്കൾക്കും തങ്ങളുടെ കൃത്യമായിട്ടുള്ള വിഹിതം അത് യഥാസമയം കൈപ്പറ്റാനായിട്ട് സാധിച്ചിരുന്നില്ല. സാധാരണക്കാരായ ജനങ്ങൾ റേഷൻ കടകളിൽ എത്തിയാലും വിരലടയാളം പതിയാത്തതും നെറ്റ്വർക്ക് തകരാറിലായതുമൊക്കെ തന്നെ മൂലം ദുരിതത്തിലായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പൊതുജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണ കാലാവധി സർക്കാർ മെയ് മാസം 15-ാം തീയതി വരെ നീട്ടി നൽകിയത്. അതുകൊണ്ട് തന്നെ നിലവിലെ മെയ് മാസത്തിലെ റേഷൻ വിഹിതം ഇനിയും കൈപ്പറ്റാത്ത കാർഡ് ഉടമകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടും സമയം കളയാതെ എത്രയും വേഗം തന്നെ റേഷൻ കടകളിൽ എത്തിക്കൊണ്ട് അത് വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മാസം 31-ാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അന്ന് റേഷൻ കടകൾക്ക് പൊതു അവധിയായിരിക്കും. അതിനാൽ തന്നെ മെയ് 30 ശനിയാഴ്ചയ്ക്കുള്ളിൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിങ്ങളുടെ മെയ് മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിത്തീർക്കണമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് റേഷൻ കാർഡ് ഉടമകൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസം നൽകുന്ന മറ്റൊരു സ്പെഷ്യൽ അറിയിപ്പാണ്. അത് ഈ വരാനിരിക്കുന്ന ബക്രീദ് പെരുന്നാൾ പ്രമാണിച്ചുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും അതായത് മഞ്ഞ, പിങ്ക്, നീല, വെള്ള കാർഡ് ഉടമകൾ ഉൾപ്പെടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നിങ്ങൾക്ക് പ്രത്യേക ബക്രീദ് കിറ്റുകൾ വിതരണം ചെയ്യാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. മെയ് മാസം 18-ാം തീയതി മുതൽ ഇതിൻ്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം 26-ാം തീയതി വരെയാണ് ഈ കിറ്റുകളുടെ വിതരണ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. വിപണിയിൽ ഏകദേശം 1101 രൂപയോളം യഥാർത്ഥ വില വരുന്ന 10 ഇനം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങളാണ് ഇത്തവണത്തെ ബക്രീദ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പൊതുജനങ്ങൾക്ക് ഇത് വെറും 850 രൂപ നിരക്കിലാണ് സപ്ലൈകോ വഴി വിൽപ്പന നടത്തുന്നത്. ഈ കിറ്റിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് 3 കിലോഗ്രാം പ്രീമിയം ബിരിയാണി അരി, 1 കിലോഗ്രാം പഞ്ചസാര, 1 ലിറ്റർ ശബരി വെളിച്ചെണ്ണ, 1 കിലോഗ്രാം ശബരി അപ്പം പൊടി, 250 ഗ്രാം ശബരി ഗോൾഡ് ടീ, കൂടാതെ 100 ഗ്രാം വീതമുള്ള ശബരി മീറ്റ് മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി എന്നിവയോടൊപ്പം തന്നെ 50 ഗ്രാം വീതമുള്ള ഗരം മസാലയും സ്പെഷ്യൽ മസാല കൂട്ടുമാണ് ഉള്ളത്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും കുറഞ്ഞ നിരക്കിലുള്ള ഈ ഒരു ബക്രീദ് സ്പെഷ്യൽ കിറ്റ് വാങ്ങാനായിട്ട് പോകുന്ന ഉപഭോക്താക്കൾക്ക് അതോടൊപ്പം തന്നെ എല്ലാ മാസവും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുമായിട്ട് സർക്കാർ നൽകി വരുന്ന സാധാരണ സബ്സിഡി പലചരക്ക് സാധനങ്ങൾ കൂടി ഒന്നിച്ച് വാങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. പൊതുവിപണിയിലെ വലിയ രീതിയിലുള്ള വിലക്കയറ്റത്തിൽ നിന്നുമൊക്കെ തന്നെ സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനായിട്ട് ജയ അരി, മട്ടയരി, കുറുവ അരി, പച്ചരി, പഞ്ചസാര, വെളിച്ചെണ്ണ, കടല, ചെറുപയർ, ഉഴുന്ന്, മല്ലി, വറ്റൽമുളക്, തുവരപ്പരിപ്പ് തുടങ്ങിയ അടിസ്ഥാന ആവശ്യ സാധനങ്ങളൊക്കെ തന്നെ വിപണി വിലയേക്കാൾ 30% മുതൽ 50% വരെ വിലക്കുറവിലാണ് സപ്ലൈകോയിൽ നിന്ന് ലഭ്യമാക്കിയിട്ടുള്ളത്. ഈ മാസത്തെ പതിവ് സബ്സിഡി വിഹിതത്തിന് പുറമെയാണ് മെയ് 26 വരെയുള്ള സ്പെഷ്യൽ ബക്രീദ് കിറ്റും വിതരണം ചെയ്യുന്നത് എന്നതിനാൽ തന്നെ കാർഡ് ഉടമകൾ ഒരേ സമയം സപ്ലൈകോയിൽ എത്തിയാൽ ഈ 2 ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഒന്നിച്ച് കൈപ്പറ്റാനായിട്ട് സാധിക്കും. സ്റ്റോക്ക് പരിമിതമായതിനാൽ തന്നെ ഉപഭോക്താക്കൾ നേരത്തെ തന്നെ സപ്ലൈകോ കേന്ദ്രങ്ങളിൽ എത്തിയാൽ തിരക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഭക്ഷ്യധാന്യങ്ങൾക്ക് പുറമെയായിട്ട് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന മണ്ണെണ്ണ വിഹിതത്തിലുമൊക്കെ തന്നെ നിലവിൽ പ്രധാന അറിയിപ്പ് വന്നിട്ടുണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ ത്രൈമാസ അതായത് ക്വാർട്ടർലി മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ റേഷൻ കടകളിൽ എത്തിയിട്ടുള്ളതിനാൽ തന്നെ അർഹരായവർക്ക് അത് തീർച്ചയായിട്ടും കൈപ്പറ്റാവുന്നതാണ്. നിലവിലുള്ള കേന്ദ്ര വിഹിതത്തിൻ്റെ കുറവനുസരിച്ച് കടുത്ത മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന AY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുന്നത്. മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് കാർഡുകാർക്കും മുൻഗണനാ വിഭാഗമായിട്ടുള്ള നീല, വെള്ള കാർഡുകാർക്കും 1/2 ലിറ്റർ മണ്ണെണ്ണ വീതമാണ് ഈ ക്വാർട്ടറിൽ നൽകി വരുന്നത്. വൈദ്യുതീകരിക്കാത്ത വീടുകളിലുള്ള കാർഡ് ഉടമകൾക്കാകട്ടെ പ്രത്യേക മുൻഗണനയോടുകൂടി കൂടുതൽ മണ്ണെണ്ണ വീതം അനുവദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണെണ്ണ ആവശ്യമുള്ളവർ ഈ മെയ് മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ വാങ്ങാൻ പോകുമ്പോൾ തങ്ങളുടെ കാർഡിന് അനുവദിച്ചിട്ടുള്ള വിഹിതം കൂടി ചോദിച്ചു വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അവസാനമായിട്ട് നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മെയ് മാസത്തിൽ ലഭിക്കുന്ന കൃത്യമായിട്ടുള്ള ധാന്യവിഹിതത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ മാസം നീല കാർഡ് ഉടമകൾക്കാണെങ്കിൽ അവരുടെ കാർഡിൽ പേരുള്ള ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് വെറും 4 രൂപ നിരക്കിൽ സാധാരണ വിഹിതമായിട്ട് തന്നെ ലഭിക്കും. ഇതിന് പുറമേ ആയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ തന്നെ സ്പെഷ്യൽ അരിയായിട്ട് കാർഡിന് ആകെ 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും നീല കാർഡുകാർക്ക് ലഭിക്കുന്നതാണ്.
ഇനി അതുപോലെ തന്നെ വെള്ള കാർഡാണെങ്കിലോ അവർക്ക് ഈ മാസത്തിൽ ആകെ 4 കിലോ വരെ, അത് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭ്യമാകുന്നതാണ്. കൂടാതെ നീല വെള്ള കാർഡുകാർക്ക് അതത് താലൂക്കുകളിലെ റേഷൻ ഡിപ്പോകളിലെ സ്റ്റോക്ക് ലഭ്യത അനുസരിച്ചുകൊണ്ട് പരമാവധി 4 കിലോ വരെ ആട്ട പാക്കറ്റ് അത് കിലോയ്ക്ക് 17 രൂപ നിരക്കിലും വാങ്ങാൻ സാധിക്കും. റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ച് ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾ, വാർത്തകളൊക്കെ തന്നെ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുക. മാത്രമല്ല ഈ അപ്ഡേറ്റ് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി നൽകുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.